ശ്രീ ജെ.ആർ. പത്മകുമാർ അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അധികാരത്തിലിരിക്കുന്ന കക്ഷി, അതിപ്പോ BJP ആയതുകൊണ്ട് BJP ED ഉപയോഗിക്കുന്നു, നേരത്തെ CBI ഉപയോഗിച്ചു. പക്ഷെ കേരളത്തിൽ ED CBI ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ പോലും കോൺഗ്രസ് പക്ഷത്തു നിന്നോ കമ്മ്യൂണിസ്റ്റ് പക്ഷത്തു നിന്നോ ലീഗിന്റെ പക്ഷത്തു നിന്നോ BJP-യിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഒന്നുകിൽ കേരളത്തിലെ നേതാക്കന്മാരെല്ലാം ക്ലിയർ കട്ട് ഉള്ളവരാണ്, അതല്ലെങ്കിൽ കേരളത്തിൽ ഈ തന്ത്രം വില പോകുന്നില്ല. അല്ല അരുൺകുമാർ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ആന്റി BJP വ്യൂ ഉള്ള ഒരാളിനെ അവർ പറയുന്നത് നമുക്ക് അത് ആ രീതി മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം എപ്പോഴും കുറ്റം BJP-യിലും അല്ലെങ്കിൽ BJP നിലപാടുകൾക്കും എതിർപ്പ് കാണുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലേ കഴിയൂ. കേരളത്തിൽ നിങ്ങൾ EDM ഒന്നും പോകണ്ട. കേരളത്തിൽ നമ്മുടെ TH ഹംസ എങ്ങനെയാണ് മാറിയത്? അവിടെ നമ്മുടെ സെൽവരാജ് മാറിയത് എങ്ങനെയാണ്? കേരളത്തിൽ എത്രയോ ആളുകൾ മറുകട്ടം ചാടിയിട്ടുണ്ട്. എത്രയോ ഇപ്പം തന്നെ പഞ്ചായത്തുകളും കോർപ്പറേഷനുകളിലൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ED വന്നിട്ടാണോ? അപ്പം ഇതൊക്കെ വെറുതെ ചുമ്മാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJP വിരോധത്തിന്റെ പേരിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇന്ത്യയിൽ തന്നെ നിങ്ങൾ എടുത്തു നോക്കി, ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലം, അതിന് മുമ്പേ ഉള്ള അതിന് ശേഷമുള്ള ഭരണകാലം, മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ കോൺഗ്രസിലേക്ക് ആളുകൾ ആരും മാറിയിട്ടില്ലേ? അപ്പൊ അതൊക്കെ കോൺഗ്രസിലേക്ക് മാറുമ്പോൾ അത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ വന്നു. BJP-ക്ക് വന്നാൽ ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പറയും. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടല്ലോ, അത് ഈ വലിയ മതേതര വ്യൂ ഉള്ള ആൾ പറഞ്ഞത്, ഈ സന്ദീപ് വാര്യർ വന്നത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ, അദ്ദേഹത്തിന് ഇതിനകത്ത് സേഫ് അല്ലാത്തത് കൊണ്ട് ഇപ്പൊ മതേതരത്തിൽ ഇതിനെതിരായിട്ടുള്ള BJP-യുടെ പ്രവർത്തനം കണ്ടൊക്കെ മനസ്സ് മടുത്ത് ഇനി നമുക്ക് സന്തോഷത്തിന്റെ കടയിലേക്കൊക്കെ പോയതാണെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. എന്താണ് നടന്നതെന്നുള്ള അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. ഈ കേരളത്തിൽ ഓരോ സ്ഥലത്തും സരിനായി വന്നാലും ആര് വന്നാലും അതിനെക്കുറിച്ച് നമ്മൾ പുറകിലോട്ട് പോകുമ്പോൾ അപ്പൊ അതൊന്നും അല്ല ഓരോരുത്തരെടുക്കുന്ന രാഷ്ട്രീയ തന്നെയാണ് വ്യക്തിപരമായ താല്പര്യങ്ങൾ ആ പ്രസ്ഥാനത്തിൽ പറയുന്നത് പോലെ അതൊരു വാഷിംഗ് മെഷീൻ എഫക്ട് ഉണ്ടാക്കുന്നുണ്ട്. വലിയ കേസും കൂട്ടമായിട്ടൊക്കെ അവിടെ നിൽക്കുന്ന മുകുൾ റോയ്, അവിടെ നിൽക്കുന്ന പ്രഫുൽ പട്ടേൽ, അജിത് പവാർ, ഇവരെല്ലാം BJP പക്ഷത്തേക്ക് വരുമ്പോ പഠിപ്പിച്ച് വെളുപ്പിക്കുന്ന പോലെയാ. നിങ്ങളെ ഒന്നും വേണ്ട, 75-77 കാലഘട്ടത്തില് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കൂ. ഒരു അനുകൂലമായി വിധി പറഞ്ഞ ജഡ്ജിക്ക് എന്താണ് നൽകിയതെന്ന് പറയൂ. വിധി പറയാനൊക്കെ നിന്ന ആളുകൾക്ക് എതിരായി വിധി വിട്ടുപോകേണ്ടി വന്ന കാര്യങ്ങൾ ഓർമ്മിക്കാത്ത ഒന്നാണ്. താങ്കൾ പറഞ്ഞതുപോലെ അക്ഷരം പ്രതി ശരിയാണ്. നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട്, അതല്ല BJP വന്ന സമയത്താണ് ഇതെല്ലാം എന്ന് പ്രചരിപ്പിക്കുന്നത്. വ്യക്തമായ രാഷ്ട്രീയ താല്പര്യമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും താല്പര്യം പൊതുവെ രണ്ട് അതിഥികളും സമ്മതിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരിക്കൽ കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം, അത് ബഷീർ വള്ളിക്കുന്നും ജെ.ആർ. പത്മകുമാറും സമ്മതിക്കുമായിരിക്കും. സുധാകരനെ പോലുള്ളൊരു നേതാവ് അത്ര പെട്ടെന്ന് അങ്ങനെ കൂടുമാറി വരാനുള്ള സാധ്യതയില്ല. ശരിയല്ലേ ജെ.ആർ. പത്മകുമാർ? ഞങ്ങളാരും നിങ്ങളെ മാധ്യമങ്ങളാണ് ഉണ്ടാക്കുന്നത്, മാധ്യമങ്ങളാണല്ലോ പറയുന്നത്. ഇപ്പോ EP ജയരാജന്റെ അടുത്ത് BJP-യുടെ അഖിലേന്ത്യാ നേതാവ് അദ്ദേഹത്തിനെ കാണാൻ പോയ ഉടനെ തന്നെ EP ജയരാജൻ BJP-യിലേക്ക് വന്നത് പ്രചരിപ്പിച്ചില്ലേ? അല്ല, പക്ഷെ അവിടെ പോയത് പ്രഭാരി പ്രകാശ് ജാവദേക്കറാണ്. പോയത് EP-യുടെ മകന്റെ ആക്കുളത്തെ ഫ്ലാറ്റിലാണ്. അതിന് ഉത്തരം കണ്ടെത്തുന്നത് നിങ്ങൾ തന്നെയാണ്. LDF കൺവീനറിനെ കാണേണ്ട കാര്യം എന്താ പ്രകാശ് ജാവദേക്കറിന്? ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഒരു രാഷ്ട്രീയ നേതാവിന് വേറൊരു രാഷ്ട്രീയ നേതാവിനെ കാണാൻ പാടില്ലയോ? അങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയം കൊണ്ടുപോകേണ്ടത്. പക്ഷെ അത് EP-യുടെ മകന്റെ വീട്ടിൽ ദല്ലാൽ നന്ദകുമാറുമായി പോയി കണ്ടത് എന്തിനാണ് ജെ.ആർ. പത്മകുമാർ? എത്രയോ ഗസ്റ്റ് ഹൗസുകളിലും ഹോട്ടലുകളിലും കാണാം. പക്ഷെ ദല്ലാൽ നന്ദകുമാറുമായിട്ട് പോയി കാണേണ്ട കാര്യം എന്താ? അല്ല, അത് വേറെ കാര്യം. അതല്ലല്ലോ ഞാൻ ചോദിച്ചത്. അല്ലല്ല, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഒരു രാഷ്ട്രീയ നേതാവിനെ മറ്റു രാഷ്ട്രീയ നേതാവിനെ കാണുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് വാസ്തവമുള്ള കാര്യമാണ്. ശരിയാണ്, ശരിയാണ്. അത്തരം സൗഹൃദങ്ങളൊക്കെ ഉണ്ടാവുകയും വേണം. അത്തരം സൗഹൃദങ്ങൾ ഉണ്ടാവുകയും വേണം. വ്യക്തിപരമായി എവിടെയെങ്കിലും ഒരു സാഹചര്യത്തിൽ കാണുമ്പോൾ ഇതെല്ലാം കാലുമാറാനാണ്, കൂറുമാറ്റാനുള്ള ശ്രമമാണ് എന്നുള്ളൊരു പ്രചരണം അത്രേ ഉള്ളൂ. അത് മാധ്യമങ്ങളിലാണ്. താങ്ക് യു ശ്രീ ജെ.ആർ. പത്മകുമാർ. താങ്ക് യു ശ്രീ ബഷീർ വള്ളിക്കുന്ന്. അധികാരം എന്ന കാന്തിക ശക്തി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയപ്പെട്ടവർ, Debate with Dr. Arun Kumar.